ഹായ് മക്കളെ, നിങ്ങളുടെ സ്വന്തം ലച്ചുമസാണ്. വെൽക്കം ടു റേസ് ഏഗൻ. നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി, കാർബണിക രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മുടെ ആനുവൽ എക്സാമിന് 101% ഉറപ്പാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നല്ലൊരു ശതമാനം മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കും. സോ ഈ കോണ്ടന്റ് വീഡിയോ നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ നിങ്ങളുടെ A+ ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഇപ്പം തന്നെ ഇരുന്ന കംപ്ലീറ്റ് ഈ കോണ്ടന്റ് വീഡിയോ കാണുക. നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം പോയി എഴുതുക കേട്ടോ. കാരണം നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളും അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതിന്റെ മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ട കോണ്ടന്റ് വീഡിയോസും ലൈവ് ക്ലാസ്സും ഷോർട്സും എല്ലാം നമ്മുടെ ഈ ചാനലിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യത്തെ ചോദ്യം എന്താണ്? ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോ കാർബൺ ഇസ് ഗിവൻ ബിലോ. നമുക്കൊരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. റൈറ്റ് ഇറ്റ്സ് കണ്ടൻസ്ഡ് ഫോർമുല. എന്താണ് ആദ്യം എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടൻസ്ഡ് ഫോർമുല നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? വിശാലമായിട്ട് ഇവിടെ ഹൈഡ്രജനും കാർബണും ഒക്കെ ഇങ്ങനെ വിശാലമായി തന്നിട്ടുണ്ട് അല്ലേ? ഈ ആളുകൾ ചോദിക്കുന്നത് ഒതുക്കി എഴുതാനാണ് ചോദിച്ചത്. കണ്ടൻസ് ചെയ്ത് എഴുതാനാണ് കണ്ടൻസ്ഡ് ഫോർമുലയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഞാൻ 3 കാർബൺ ആറ്റം ആണുള്ളത്. ഈ 3 കാർബൺ ആറ്റങ്ങളുടെ സിംഗിൾ ബോണ്ട് ആണുള്ളത്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ കാർബൺ ആറ്റത്തിന്റെ ചുറ്റും 3 ഹൈഡ്രജൻ ആയതുകൊണ്ട് ഞാൻ CH3 എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ സ്ട്രക്ചർ നോക്കണേ, രണ്ടാമത്തെ കാർബൺ നോക്കണേ. ഇവിടെ 2 കാർബൺ ആറ്റം ആയതുകൊണ്ട് ഞാൻ CH2 എന്ന് എഴുതി. ഇനി മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ നിങ്ങൾ നോക്കിക്കേ, 3 ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് അവിടെ ഞാൻ CH3 എന്ന് എഴുതി. ഇത്രയുള്ള കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ CH3 CH2 CH3 എഴുതി കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് ഫോർമുലയായി. ഇനി അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല. എന്താണ്? തന്മാത്രാ സൂത്രം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ ഇപ്പൊ പഠിച്ചല്ലോ. ഇനി തന്മാത്രാ സൂത്രം അഥവാ മോളിക്കുലർ ഫോർമുല നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ടോട്ടൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്, എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കിക്കേ, ടോട്ടൽ നമുക്ക് 3 കാർബൺ ആറ്റവും എത്ര ഹൈഡ്രജൻ ആറ്റം ആണുള്ളത്? 3 + 2 + 3 അതായത് 5 + 3 മൊത്തം നമുക്ക് 8 ഹൈഡ്രജൻ ആറ്റം ആണുള്ളത് അല്ലേ? അതായത് C3H8 എന്ന് പറയുന്നത് മോളിക്കുലർ ഫോർമുലയാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ ഫസ്റ്റ് കോമ്പൗണ്ട് ഓഫ് ദ ഹോമോലോഗസ് സീരീസ് ടു വിച്ച് ദിസ് ഹൈഡ്രോകാർബൺ ബിലോങ്സ്. എന്താണ്? ഈ ഹൈഡ്രോകാർബൺ ഉൾപ്പെട്ട ഹോമോലോഗസ് ശ്രേണിയിലെ ആദ്യത്തെ സംയുക്തത്തിന്റെ ഘടന വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പല ആളുകൾക്കും ഒരു കൺഫ്യൂഷനാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കാം, ഈ തന്നിരിക്കുന്നത് ഏതാണ്? ആൽക്കീൻ ആണല്ലേ? ഈ തന്നിരിക്കുന്നത് ആരാണ്? ആൽക്കീൻ ആണ്. ഈ തന്നിരിക്കുന്ന ആൽക്കീൻ ഹോമോലോഗസ് സീരീസിലെ ആദ്യത്തെ ആളുടെ പ്രത്യേകത എന്തായിരിക്കും? ഒരു കാർബൺ ആറ്റം ആയിരിക്കും. ഒരു കാർബൺ ആറ്റം മാത്രമല്ല, അവർക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണ്? CnH2n+2 എന്ന് പറയുന്ന ഫോർമുല ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ നോക്കുക, CnH2n+2 എന്ന് പറയുന്നത് ആൽക്കെയിനുകളാണ്. ഒരു കാർബൺ ആറ്റം ആയതുകൊണ്ട് നമ്മൾ എന്താണ്? C1H2 × 1+2 എന്ന് എഴുതുന്നു. CH4 എന്ന് നമുക്ക് കിട്ടിയില്ലേ? CH4ന്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഒരു കാർബൺ ആറ്റം ഞാൻ വരച്ചു. ആ ഒരു കാർബൺ ആറ്റത്തിന്റെ ചുറ്റും നമുക്ക് എന്താണ്? 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സ്ട്രക്ചർ എങ്ങനെ വന്നു? ഈ CH4 എന്ന് വന്നു കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ തന്നിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ആൽക്കീൻ ആയതുകൊണ്ട് ആൽക്കീനുകളിൽ വരുന്ന ആദ്യത്തെ കോമ്പൗണ്ടിനെ വരയ്ക്കാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാർബണിനെ 1 ആയിട്ട് നമ്മൾ എടുത്തത് കേട്ടോ. ഇനി ഈ സംയുക്തത്തിന്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇവിടെ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുകയാണെ. C4 ഹൈഡ്രജൻ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 4 ഹൈഡ്രജൻ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. CH4 എന്ന് പറയുന്നതാണ് ആൽക്കീനുകളെ ആദ്യത്തെ കോമ്പൗണ്ട് കേട്ടോ. ഇനി പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് IUPAC നെയിം. ഇതിന്റെ IUPAC നെയിം എന്താണ് വരുന്നത്? ഒരു കാർബൺ ആറ്റം ആയതുകൊണ്ട് മെത്ത് എന്നും, അതേപോലെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഏൻ എന്നുമാണ് വരുന്നത്. മീത്തേൻ എന്നാണ് പേര് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ ഈ സ്ട്രക്ചറിന്റെ പേരൊന്ന് പറഞ്ഞേ. ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ പേര് എന്താണ്? മെത്ത് എത്ത് പ്രൊപ്പ. 3 കാർബൺ ആറ്റം ആയതുകൊണ്ട് പ്രൊപ്പേൻ എന്നാണ് പേര് വരുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇത് തലങ്ങും വലങ്ങും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇനി അടുത്ത ചോദ്യം എന്താണ്? കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് നിങ്ങളുടെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞത്. ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഹൈഡ്രോകാർബൺ ഇസ് ഗിവൺ. There are 5 carbon atoms in the chain. എന്താണ് പറഞ്ഞത്? ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? 1 2 3 4 5 കാർബൺ ആറ്റം വരച്ചേ. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? There is a double bond between first and second carbon atoms. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ആദ്യത്തെയും 1 2 3 4 5 ആദ്യത്തെയും രണ്ടാമത്തെയും കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡബിൾ ബോണ്ട് വരച്ചിട്ടുണ്ട്. ഇപ്പൊ ചില ആളുകളുടെ മനസ്സിലൊരു
ഒരു സംശയം ഉണ്ടാവും, ബാക്കി എല്ലാ കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എടാ, ബാക്കി എല്ലാ കാർബൺ ആറ്റങ്ങളുടെ ഇടയിലും നമ്മൾ സിംഗിൾ ബോണ്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇനി പരീക്ഷയ്ക്ക് അഥവാ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബൺ ആറ്റംസ് തന്നില്ല, നിങ്ങളോട് പറയാണ് 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ തന്നെ ഡബിൾ ബോണ്ട് ദ്വിബന്ധനം വരയ്ക്കുക കേട്ടോ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടു വിച്ച് കാറ്റഗറി ഡസ് ദ കോമ്പൗണ്ട് ബിലോങ്സ്? താഴെ തന്നിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ ഏത് കാറ്റഗറിയിലാണ്? ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് അത് ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണ്? ആൽക്കീൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആളാണ് അല്ലെ. ആൽക്കീനുകളാണ്. അവരുടെ ജനറൽ ഫോർമുല എന്താണ്? CnH2n ആണ് വരുന്നത്. ആൽക്കീനുകൾ CnH2n ആണ്. ഇനി അടുത്ത ചോദ്യമാണ്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ ഘടന വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്ട്രക്ചർ കംപ്ലീറ്റ് വരച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കാർബണിന്റെ ചുറ്റും എന്ത് ചെയ്യണം? 4 ബോണ്ട് നിർബന്ധമായിട്ടുണ്ടാവണം. ഇവിടെ ഞാൻ ഒരു കാർബണിൽ 2 ബോണ്ടേ ഉള്ളേ, 3 4, ഇപ്പോഴാണ് 3 4 ആയത്. അതേപോലെ ഇവിടുത്തെ കാർബൺ നോക്കുകയാണെങ്കിൽ 1 2 3 4 ഞാൻ ഇവിടെ വരച്ചു. ഇവിടെ 1 2 3 4 വരച്ചു. ഇവിടെ 1 2 3 4 വരച്ചു. ഇവിടെ 1 2 3 4 ബോണ്ട് വരച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയോ? ഇല്ല. ബാക്കി എല്ലായിടത്തും ഞാൻ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ കൊടുക്കണം അല്ലേ. ഇവിടെ എല്ലാം ഞാൻ എന്ത് ചെയ്യണം? ഹൈഡ്രജനെ പ്ലേസ് ചെയ്യാണ്. ഹൈഡ്രജനെയും കൂടി പ്ലേസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്ട്രക്ചർ എന്ത് ചെയ്യുള്ളൂ? കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് അലിസൈക്ലിക് കോമ്പൗണ്ട് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ മോളിക്കുലർ ഫോർമുല നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. നിങ്ങൾ നോക്കിക്കേ, 1 2 3 4 5 കാർബൺ ആറ്റം ആയതുകൊണ്ട് C5 ആണ്. എത്ര ഹൈഡ്രജൻ ആറ്റം ആണ്? 1 2 3 4 5 6 7 8 9 10 ഹൈഡ്രജൻ ആറ്റം ആണ്. CnH2n ഫോർമുലയിൽ തന്നെയല്ലേ വന്നത്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്? അലിസൈക്ലിക് കോമ്പൗണ്ട് വരയ്ക്കാനാണ് വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല. എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചോദ്യത്തിൽ? അലിസൈക്ലിക്. അയ്യോ, എവിടെ പോയി നമ്മുടെ സ്ലൈഡ്? അലിസൈക്ലിക് കോമ്പൗണ്ട് അല്ലെ, അലിസൈക്ലിക് സംയുക്തം വരയ്ക്കണം വിത്ത് സെയിം തന്മാത്രാ വാക്യം. നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. സെയിം തന്മാത്രാ വാക്യം എന്ന് പറഞ്ഞാൽ C5H10 ആയിരിക്കണം അല്ലെ മോളിക്കുലർ ഫോർമുല. അലിസൈക്ലിക്കിന്റെ പ്രത്യേകത എന്താണ്? സൈക്ലിക് സ്ട്രക്ചർ ആയിരിക്കണം. 5 കാർബൺ ആറ്റം ആയതുകൊണ്ട് 1 2 3 4 5 എന്ന് ഞാൻ വരച്ചു. ഇവരുടെ ഇടയിലെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബോണ്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഹൈഡ്രജനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്? ഹൈഡ്രജനെ കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ ഞാൻ ഹൈഡ്രജനെ കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ഹൈഡ്രജൻ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. ഹൈഡ്രജനും കാർബൺ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 5 കാർബൺ ആറ്റവും 10 ഹൈഡ്രജൻ ആറ്റവും തന്നെയാണുള്ളത്. അലിസൈക്ലിക് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താണ്? ഇവരുടെ ഇടയിൽ നമ്മൾ സിംഗിൾ ബോണ്ട് വരച്ചിട്ട് നമ്മളൊരു റിംഗ് സ്ട്രക്ചർ ആയിട്ടാണ് വരയ്ക്കുന്നത്. റിംഗ് സ്ട്രക്ചറിന്റെ ഒരു എക്സാമ്പിൾ ആണ് അലിസൈക്ലിക് ഹൈഡ്രോ കാർബൺ. ഓക്കെ, സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ കുറച്ച് പോയിന്റുകൾ തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാലും ഒരു ഹൈഡ്രോ കാർബൺ തന്നിട്ട് അത് അലിസൈക്ലിക് ആക്കി മാറ്റാൻ പറഞ്ഞാലും എങ്ങനെയാണ് നിന്റെ കുട്ടികൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇവിടെ തന്ന ചോദ്യം എന്താണ്? ഒരു സൈക്ലിക് സ്ട്രക്ചർ തന്നിട്ടുണ്ട് അല്ലേ. വാട്ട് ഇസ് ദ മോളിക്കുലർ ഫോർമുല? തന്മാത്രാ സൂത്രം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തന്മാത്രാ സൂത്രം എത്രയാണ്? 4 കാർബൺ ആറ്റവും 1 2 3 4 5 6 എത്രയാണ്? 6 ഹൈഡ്രജൻ ആറ്റവുമാണ്. അപ്പൊ C4H6 എന്ന് നമുക്ക് കിട്ടി. ഇനി IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 4 കാർബൺ ആറ്റമാണ്, സൈക്ലിക് സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ എഴുതാം? സൈക്ലോ ബ്യൂട്ടീൻ എന്നാണ് എഴുതുക. ഞാൻ എന്തുകൊണ്ടാണ് ബ്യൂട്ടീൻ എന്ന് എഴുതാൻ കാരണം ഈ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് അല്ലെ, ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട്, ദ്വിബന്ധനം ഉള്ളതുകൊണ്ടാണ് പേരിന്റെ അവസാനം ഈൻ എന്ന് അവസാനിക്കുന്നത്. സൈക്ലോ ബ്യൂട്ടീൻ എന്നാണ് പേര്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല. സെയിം മോളിക്കുലർ ഫോർമുലയുള്ള ഒരു ഓപ്പൺ ചെയിൻ വരയ്ക്കാനാണ് ഈ പറഞ്ഞത്. C4H6 ആണ്. ടീച്ചർ ഇവിടെ എഴുതാണ്. C4H6 എന്ന് പറഞ്ഞാൽ CnH2n-2 എന്ന് പറയുന്ന ഫോർമുലയല്ലേ. CnH2n-2, C4 2 × 4 8 ആണ്. 8ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുക. അതായത് ഇത് ആൽക്കൈൻ ആണല്ലേ. ഏതാണ്? ആൽക്കൈൻ ആണ്. ട്രിപ്പിൾ ബോണ്ട്. ഇത് ഡബിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ട് ആണ് വേണ്ടത്. അപ്പോൾ 1 2 3 4 കാർബൺ ആറ്റം ഞാൻ വരയ്ക്കുന്നു. ആദ്യത്തെ 2 കാർബൺ ആറ്റങ്ങളുടെ ഞാൻ ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കുന്നു. ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ട് വരയ്ക്കുന്നു. ഇനി ഞാൻ ഹൈഡ്രജൻ കൊടുക്കുകയാണ്. ഇനി ഞാൻ ഹൈഡ്രജൻ കൊടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടിയതാ? ഇതുപോലെ കിട്ടിയില്ലേ. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്? ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് എടുക്കാൻ കാരണം? സെയിം മോളിക്കുലർ ഫോർമുല വേണം എന്ന് പറഞ്ഞു. ഓപ്പൺ ചെയിനിന് സെയിം മോളിക്കുലർ ഫോർമുല വരുന്നത് ആൽക്കൈനുകൾക്കാണ്.
ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആദ്യത്തെ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ടീച്ചർ എന്ത് ചെയ്തിരിക്കുന്നത്, ട്രിപ്പിൾ ബോണ്ട് വരച്ചിരിക്കുന്നത്. ബാക്കി കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് വരയ്ക്കാം, ഹൈഡ്രജൻ കൊടുക്കുക കേട്ടോ. സെറ്റിൽ ഇടാ, ക്ലിയർ അല്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ദ കെമിക്കൽ ഫോർമുല ഓഫ് സം ഹൈഡ്രോ കാർബൺസ് ആർ ഗിവൺ. നമുക്ക് കുറച്ച് ഹൈഡ്രോ കാർബണിന്റെ കെമിക്കൽ ഫോർമുലാസ് തന്നിട്ടുണ്ട്. റൈറ്റ് എമംഗ് ദീസ് വിച്ച് എമംഗ് ദീസ് ബിലോങ് ടു സെയിം ഹോമോലോഗസ് സീരീസ്. ഒരേ ഹോമോലോഗസ് സീരീസിൽ വരണമെങ്കിൽ ജനറൽ ഫോർമുല സെയിം ആയിരിക്കണം അല്ലേ? അപ്പൊ നമ്മൾ നോക്കുക, ഈ തന്നിരിക്കുന്നത് C3H8 എന്ന് പറയുന്നത് ആരാണ്? CnH2n+2 ആണ്. ഇതാരാണ്? CnH2n ആണ്. C4H8 എന്ന് പറയുന്നത് CnH2n ആണ്. ഈ C4H6 എന്ന് പറയുന്നത് ആരാണ്? CnH2n-2 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ആരൊക്കെയാണ് സെയിം ഫോർമുല വരുന്നത്, അല്ലെങ്കിൽ സെയിം ജനറൽ ഫോർമുല വരുന്നത്? നമ്മുടെ 2ഉം അതേപോലെ തന്നെ 3ഉമാണ് അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയേ 2ഉം 3ഉമാണ്. CnH2n എന്ന് പറയുന്ന ജനറൽ ഫോർമുലയാണ്. അടുത്ത ചോദ്യം അതാണ്, വാട്ട് ഈസ് ദ ജനറൽ ഫോർമുല ഓഫ് ദ സീരീസ്? ഈ കണ്ടുപിടിച്ച സീരീസിന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n ആണ്. CnH2n എന്ന് പറയുന്നത് ആരാണ്? ആൽക്കീനുകളാണ് അല്ലേ? ആൽക്കീനുകളാണ്. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ IUPAC നെയിം ഓഫ് C3H8 ആണ്. C3H8ന്റെ IUPAC നെയിം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്ട്രക്ചർ വേണമെങ്കിൽ ഞാൻ വരച്ചുതരാം. 3 കാർബൺ ആറ്റം ആണ്. C3H8 ആണ് അല്ലേ? അപ്പൊ ഇവരുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണ്. നമുക്ക് എന്ത് വന്നു? 1 2 3 ഹൈഡ്രജൻ ഇവിടെയുണ്ട്, 4 5 ഹൈഡ്രജൻ ഇവിടെയുണ്ട്, 6 7 8 ഹൈഡ്രജൻ ഇവിടെയുണ്ട്. സ്ട്രക്ചർ ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ IUPAC നെയിം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ടന്റ് വീഡിയോയുടെ അഭിപ്രായം താഴെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ അറിയിക്കണം. ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയാം. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ കാണാം. ബൈ.